ഹലോ, അസ്സാം വലൈക്കും. എല്ലാവർക്കും സിംപ്ലി കേളിയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഡിഫറെൻ്റ് എന്ന് പറയുമ്പോൾ എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലാതിരുന്ന ദിവസം, എനിക്ക് ഷൂട്ടൊന്നും ഇല്ലാതിരുന്നൊരു ദിവസം. അപ്പോൾ ഞാൻ വിചാരിച്ചു വേറെ വലിയ കാര്യമായിട്ടുള്ള പണിയൊന്നുമില്ല. അപ്പോൾ ഇന്നൊരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ എപ്പോഴും ചോദിക്കുന്നതല്ലേ. അപ്പോൾ അതുകൊണ്ട് ഒരു കുഞ്ഞ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ 7 മണിയാണ് കേട്ടോ, സമയം 7 മണിയാണ്. അപ്പോൾ രാവിലെ ഞാൻ എന്താ ചായ ഉണ്ടാക്കുന്നത് മുതലാണ് കാണിക്കുന്നത്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് വലിച്ചു വാരി അങ്ങനെയൊന്നും കാണിക്കുന്നില്ല. വളരെ സിമ്പിളായിട്ട് സാധാരണ എല്ലാവരുടെയും ഒരു ഡേ ഇൻ മൈ ലൈഫ് എങ്ങനെയാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ ഒരു സാധാരണ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. ഇതെല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലെ വിന്നറിനെ ഈ വീഡിയോയിലാണ് നമ്മൾ പറയുന്നത്. നമ്മൾ എല്ലാ വീഡിയോസിലും എനിക്കൊരു പേയ്മെൻറ്റ് കിട്ടുന്നത് പോലെ, യൂട്യൂബിൽ നിന്ന് എനിക്കൊരു വരുമാനം കിട്ടുന്നത് പോലെ ഈ കാണുന്നവർക്കും ഒരു വരുമാനം കിട്ടണം, എന്നിൽ നിന്നൊരു വരുമാനം കിട്ടണം എന്ന് വിചാരിച്ചിട്ടാണ്. കാരണം നിങ്ങളുടെ ലൈഫിലും ഒരു 10-20 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ് എൻ്റെ വീഡിയോ നിങ്ങൾ കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമ്മളൊരു കുടുംബം പോലെയാണ് ജീവിക്കുന്നത്. അപ്പോൾ എനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു വിഹിതം നിങ്ങളിലോട്ടും ഞാൻ എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, എത്തിക്കുന്നുണ്ട്. അതിനുവേണ്ടി ഡെയിലി ഓരോ വീഡിയോയിലും കമൻറ്റ് ചെയ്യുന്നവരിൽ നിന്നാണ് കമൻറ്റ് ചെയ്യുന്ന ഒരാളെ വിന്നറായിട്ട് തിരഞ്ഞെടുക്കുന്ന ഒരു ടോക്കൺ ഓഫ് ലവ് എന്ന രീതിയിൽ. അപ്പോൾ ഈ വീഡിയോയിലും നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമൻറ്റ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ വിന്നറിനെ ഞാൻ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ കഴിഞ്ഞ വീഡിയോയുടെ വിന്നറിനെ ഇതിൽ പറയാം കേട്ടോ. അപ്പം ഞാൻ എന്തായാലും രാവിലെ നമ്മൾ ചായയൊക്കെ കുടിച്ചതിന് ശേഷം നോർമൽ സാധാരണ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് പോലെ തന്നെ ഇഡ്ഡലിയും സാമ്പാറും ചട്നിയും വെക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ എറണാകുളത്താണ് കേട്ടോ താമസം. ട്രിവാൻഡ്രത്ത് നിന്ന് ഹസ്ബൻഡിൻ്റെ ജോലി ആവശ്യമായിട്ട് എറണാകുളത്തോട്ടൊരു ഫ്ലാറ്റിലോട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇത് നമ്മുടെ ആ ഒരു ഫ്ലാറ്റാണ് കേട്ടോ. എൻ്റെ വീട് എനിക്ക് തോന്നുന്നു എല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് നമ്മൾ ഫ്ലാറ്റിലോട്ട് മാറിയിട്ടുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ ഒരു 7 മണിയാകുമ്പോൾ തന്നെ നല്ല വെയിലാണ് കേട്ടോ. അവിടെ ഒരു ചെറിയ ഇതുപോലൊരു ഗ്ലാസ് ഉണ്ട്. ആ ഗ്ലാസ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും നല്ല വെയിലാണ്. ആ ഒരു സമയമൊക്കെ നല്ല രസമാണ്. നല്ല വെയിലൊക്കെ അടിച്ച് നല്ല ലൈറ്റാണ്. അപ്പോൾ എനിക്ക് വൈറ്റമിൻ ഡിക്ക് പുറത്തോട്ടൊന്നും പോകണ്ട, അതങ്ങ് ഓപ്പൺ ചെയ്തിട്ടാൽ മതി. പിന്നെ ഞാൻ ഒരുപാട് ദിവസത്തേക്കൊന്നും മാവരച്ച് വെക്കലില്ല. അപ്പം പിറ്റേ ദിവസത്തേക്കുള്ള അപ്പത്തിന് വേണ്ടിയുള്ള അരി ഒരു സൈഡിൽ അരയ്ക്കുന്നുണ്ട്. കാരണം അത് ഇന്ന് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പ്രത്യേകിച്ച് വീഡിയോ ഷൂട്ടോ അല്ലെങ്കിൽ മക്കളുടെ സ്കൂളോ അങ്ങനെ കാര്യങ്ങൾ കുട്ടികളെ പഠിപ്പിക്കണം, അന്നത്തെ ദിവസം പഠിപ്പിക്കാൻ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്രീ ടൈമിലൊക്കെ ഞാൻ ഇതുപോലെ മാവൊക്കെ അരച്ച് സ്റ്റോക്ക് ചെയ്ത് വെക്കും. അപ്പോഴത്തേക്കും നമുക്ക് കുറച്ചും കൂടെ പിറ്റേ ദിവസം ഷൂട്ട് കാണും, മക്കൾക്ക് സ്കൂൾ കാണും, റിവിഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ പിന്നെ എനിക്ക് മാവരപ്പ് പാടായിരിക്കും. അപ്പം മക്കളുള്ള ദിവസമാണ് കൂടുതലും ഞാൻ ഇങ്ങനെയൊക്കെയുള്ള പരിപാടിയൊക്കെ ചെയ്തങ്ങ് ഒതുക്കും. അപ്പം ഇഡ്ഡലിയൊക്കെ ഒരു സൈഡ് ആവുന്ന സമയം തന്നെ ഞാൻ നമുക്കിപ്പോൾ ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം തന്നെ എനിക്ക് തോന്നുന്നു ഞാനല്ല എല്ലാവരും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു. ഒരു ജോലി ചെയ്യുമ്പോൾ തന്നെ അടുത്ത ജോലി അങ്ങ് ഇതാക്കി ഓണാക്കി അങ്ങ് വെക്കുമ്പോഴത്തേക്ക് അതങ്ങ് താനേ അങ്ങ് ആയിക്കോളുമല്ലോ. അപ്പോൾ ഇന്ന് കുറച്ച് തുണി കഴുകാനുണ്ട്. ഇന്നല്ല കേട്ടോ, നമ്മൾ 4 പേരാണെങ്കിൽ ഡെയിലി തുണി കഴുകാനും ഡെയിലി തുണി മടക്കാനും ഉണ്ട്. പിന്നെ ഇപ്പോൾ മഴ സമയമായതുകൊണ്ട് ഉണങ്ങി കിട്ടാനും ഭയങ്കര പാടാണ്. എങ്കിലും ഇത്രമാത്രം തുണി കഴുകാൻ ഇത് എവിടെന്നാ വരുന്നതെന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. അത്രമാത്രം തുണി ഡെയിലി കഴുകാനും. പിന്നെ ഞാൻ എപ്പോഴും ഉമ്മാരുടെ അടുത്ത് പറയും, എൻ്റെ ജീവിതത്തിലെ 23 മണിക്കൂർ ഞാൻ കളയുന്നത് ഈ തുണി മടക്കാനാണ്. അത്രത്തോളം തുണി മടക്കാനും കാണും. എന്തായാലും ഞാൻ എന്നും എന്താ നമ്മളെ അഴുക്ക് തുണി ഇങ്ങനെ ഡംപ് ചെയ്ത് വെക്കാറില്ല. എന്നും കഴുകും. അതുപോലെ തന്നെ മാക്സിമം എത്രയും വേഗത്തിൽ അവിടെ ഇവിടെ ഇട്ടൊക്കെ ഉണക്കിയെടുക്കാൻ നോക്കും. അതുപോലെ മടക്കി വെക്കും. അല്ല നമ്മൾ ഒരുപാട് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മളിപ്പോൾ എത്ര വീട് വൃത്തിയാക്കിയാലും അത്ര വൃത്തിയായിട്ട് കിടക്കണം എന്നില്ല. അപ്പം നമ്മൾ ചെയ്യുന്ന ജോലി എപ്പോഴും നീറ്റാക്കി ചെയ്യാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. അപ്പോൾ കാണുമ്പോൾ തന്നെ നമ്മളിപ്പോൾ ഒരു കബോർഡ് തുറക്കുമ്പോഴാണെങ്കിലും ഒരു വൃത്തിയായിട്ട് കിടക്കും. മറ്റേ നമ്മൾ കൂട്ടി വെക്കുമ്പോൾ നമുക്കൊന്നും കാണുമ്പോൾ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അയ്യോ ഇതെന്താ ഇങ്ങനെ അലങ്കോലമായിട്ട് ഇട്ടേക്കുന്ന, നമുക്കൊരു നെഗറ്റീവ് എനർജി ആയിരിക്കും. അപ്പോൾ മാക്സിമം എപ്പോഴും വീട് നല്ല ഒതുക്കി വെക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എനിക്ക് കിട്ടുന്ന സമയം മാക്സിമം ഞാൻ ഇതുപോലെ പ്രൊഡക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. അതുപോലെ തന്നെ മക്കളുള്ള ദിവസങ്ങളാണെങ്കിൽ അവരും എനിക്കിതുപോലെ അത്യാവശ്യം നല്ലതുപോലെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇത് തലേ ദിവസം നമ്മൾ നമസ്കരിച്ച നിസ്കാരക്കുപ്പായമാണ്. അത് ഞാൻ വീക്കിലി വാഷ് ചെയ്യും. അപ്പോൾ അങ്ങനെ വാഷ് ചെയ്തിട്ടതാണ്. ഇട്ടത് ഉണങ്ങിയിട്ടുണ്ട്. അപ്പോൾ അപ്പവും സൈറുമാണ് കൂടുതൽ. അവർ വീട്ടിൽ നിൽക്കുന്ന സമയം അവരാണ് തുണി വിരിക്കുന്നതെല്ലാം. അതുപോലെ അവരെ കൊണ്ട് പറ്റുന്ന സഹായം എനിക്ക് ചെയ്തു തരാറുണ്ട്. പഠിത്തമില്ലാത്ത അവരെ കളിക്കുന്ന സമയമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാണെങ്കിൽ കൂടെ എനിക്ക് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഞാൻ
പറഞ്ഞ് ചെയ്യിപ്പിക്കാറുണ്ട്. കാരണം കുഞ്ഞുങ്ങളാണ്, അല്ലെങ്കിൽ ആൺകുട്ടികളാണ്, അവർ ചെയ്യണ്ട അങ്ങനെയല്ല. അവരാൽ പറ്റുന്ന കാര്യങ്ങളെല്ലാം നമ്മൾ കുഞ്ഞിലേ അവരെ ചെയ്ത് പഠിപ്പിക്കണം. എങ്കിലേ അവർ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഒരു സമയമാകുമ്പോൾ അവർക്കതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അത് ഞാൻ ചുമ്മാ പറഞ്ഞെന്നേ ഉള്ളൂ കേട്ടോ. ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയം കണ്ടത് കൊണ്ട് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഞാനിവിടെ സാമ്പാറിന് താളിക്കുന്നുണ്ട്. എല്ലാവർക്കും എൻ്റെ സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര കാര്യമായ ഇതൊന്നുമല്ല. പക്ഷെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. എങ്കിലും ഞാനൊരു ടിപ്പ് പറയാം. നമ്മൾ താളിക്കുമ്പോഴത്തേക്കും വെളുത്തുള്ളി, ജീരകം, സാധാരണ ബാക്കിയെല്ലാം നമ്മൾ കുഞ്ഞുള്ളി, ഉലുവ, പിന്നെന്താ മുളക്, കറിവേപ്പില ഇതൊക്കെ ഇടും. അതിൻ്റെ കൂടെ കുറച്ച് എന്താ ജീരകവും കുറച്ച് വെളുത്തുള്ളിയും കൂടെ ചതച്ച് അല്ലെങ്കിൽ അരിഞ്ഞ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ സാമ്പാറിന്. നമ്മൾ എങ്ങനെ സാമ്പാർ വെച്ചാലും ഇങ്ങനെ ഒന്ന് താളിച്ച് ഒഴിച്ച് കൊടുക്കുവാണെങ്കിൽ കിടിലം ടേസ്റ്റാണ്. പണ്ട് എൻ്റെ വീട്ടിൽ ഇങ്ങനെ ജീരകം ഇടില്ലായിരുന്നു. പിന്നെ എൻ്റെ ഇക്കാടെ വീട്ടിൽ ഉമ്മയാണ് ജീരകം ഇടുന്നത്. അപ്പം എനിക്കത് കഴിച്ചപ്പോൾ ഭയങ്കര ടേസ്റ്റായിട്ട് തോന്നി. അപ്പോൾ എനിക്ക് 2 വീട്ടിലെ സാമ്പാറും ഭയങ്കര ഇഷ്ടമാണ്. രണ്ടും ഡിഫറൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ് കേട്ടോ. എൻ്റെ വീട്ടിലെയും ഇക്കാടെ വീട്ടിലെയും രണ്ടും ഡിഫറൻ്റ് ആയിട്ടുള്ള ടേസ്റ്റാണ്. അപ്പോൾ ഞാൻ പിന്നെ അതിന് ശേഷം ഇതുപോലെ ജീരകം ഇട്ട് താളിക്കാറുണ്ട്. പിന്നെ വെളുത്തുള്ളി ഞാൻ വേറൊരു യൂട്യൂബ് ചാനലിൽ കണ്ടിട്ടതാണ് കേട്ടോ. ഭയങ്കര ടേസ്റ്റാണ് അങ്ങനെ ഇടുമ്പോഴത്തേക്കും. അപ്പോൾ നിങ്ങൾ അങ്ങനെ സാമ്പാർ വെക്കുമ്പോൾ ഇതുപോലൊന്ന് താളിച്ച് നോക്കണം. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പരിപ്പ് വേവിക്കുന്ന സമയത്ത് കുറച്ച് വെളുത്തുള്ളി ഇട്ട് പരിപ്പ് വേവിക്കുക. അപ്പോൾ ഈ സാമ്പാർ കഴിക്കുമ്പോൾ ഗ്യാസ് എങ്ങാനും വരുവാണെങ്കിൽ ആ ഒരു പ്രശ്നമൊക്കെ മാറിക്കിട്ടും. ഇപ്പോൾ സമയം ഒരു 8 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ഞാൻ ഒരു ചട്നി അരച്ചു. അപ്പോൾ ഇങ്ങനെ ഡീറ്റെയിൽ ആയിട്ട് റെസിപ്പി കാണിക്കണ്ടല്ലോ. നമ്മളെ ഡേ ഇൻ മൈ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്ക് എല്ലാം കാണിക്കണം. എങ്കിലും ഇങ്ങനെ നീട്ടി വലിച്ച് കാണിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് റെസിപ്പി കാണിക്കാത്തത്. അപ്പം ഞാനിപ്പോൾ അടുത്ത സ്റ്റെപ്പ് ഇഡ്ഡലിയും വേവിക്കാൻ വെച്ചു. അതും വെന്ത് വന്നിട്ടുണ്ട്. ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയില്ലേ. എനിക്ക് ഈ എന്താ ഈ ഒരു സമയം രാവിലെ ഒരു 7 മുതൽ 9 മണി വരെ നല്ല വെയിലാണ് കേട്ടോ. വെയിലല്ല, ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ വരും. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ച് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിഞ്ഞു. ഇക്ക സൈറ്റിൽ പോയി. സൈറ്റിൽ പോയി. പിന്നെ ഞാനും മക്കളും വീട്ടിലുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു രാത്രിയത്തേക്ക് ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. തന്തൂരി ഗ്രില്ല് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയുള്ള ചിക്കൻ എല്ലാം ഞാൻ രാവിലെ പുരട്ടി ഫ്രീസറിൽ അങ്ങ് വെക്കും. കാരണം അപ്പോഴത്തേക്ക് നല്ലപോലെ മസാല പിടിക്കും. നമ്മൾ സ്പോട്ടിൽ ഗ്രില്ല് ചെയ്യുമ്പോൾ സ്പോട്ടിൽ മസാല പുരട്ടിയിട്ട് ഗ്രില്ല് ചെയ്യുകയാണെങ്കിൽ അത്രയും ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പം ഇതുപോലെ ചെയ്ത് വെക്കും. അപ്പം ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ ചിക്കൻ വൃത്തിയാക്കുന്ന ധൃതിയിലാണ് ഞാൻ. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നൊന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ. അത് എന്തോ ഞാൻ സത്യത്തിൽ എടുക്കാൻ വിട്ടുപോയി. അതാണ് സംഭവം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഹമ്മൂസും ചെയ്യുന്നുണ്ട്. ഹമ്മൂസ് എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം വെള്ളക്കടലയാണ്, ഹൈ പ്രോട്ടീനാണ്. അപ്പം നമ്മളിപ്പോൾ ഗ്രില്ല് ചെയ്യുമ്പോൾ തന്നെ ചിക്കൻ്റെ ബ്രസ്റ്റും അതും നല്ല പ്രോട്ടീനാണ്, സോഴ്സ് ഓഫ് പ്രോട്ടീനാണ്. അതുപോലെ തന്നെ ഹമ്മൂസും നല്ലൊരു പ്രോട്ടീനാണ്. അപ്പം ഞാനും ഇക്കായും കഴിക്കുന്നുണ്ട്. മക്കൾക്ക് അത് വലിയ താല്പര്യമില്ല, ഹമ്മൂസ് കഴിക്കുന്ന താല്പര്യമില്ല. അപ്പം ഞാൻ വിചാരിച്ചു കുബൂസ് ഇരിപ്പുണ്ട്. അപ്പം ഇന്ന് രാത്രി കുബൂസും സാലഡും ഹമ്മൂസും ഗ്രിൽഡ് ചിക്കനും ആക്കാമെന്ന് വിചാരിച്ചു. ഞാൻ ഹമ്മൂസ് വാങ്ങാറില്ല കേട്ടോ. നമുക്ക് വളരെ സിമ്പിളായിട്ട് ഹമ്മൂസ് തന്നെ വീട്ടിൽ നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതുപോലെ വെള്ളക്കടല ഞാനവിടെ എന്താ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് ചിക്കനെല്ലാം നല്ലതുപോലെ വൃത്തിയാക്കി ഞാൻ സ്കിന്നോട് കൂടെയാണ് കേട്ടോ ഗ്രില്ല് ചെയ്യുന്നത്. നമ്മളെപ്പോൾ ഗ്രില്ല് ചെയ്താലും സ്കിന്നുള്ള ചിക്കൻ വാങ്ങുക. അത് എന്നിട്ട് ഗ്രില്ല് ചെയ്യുമ്പോൾ നല്ല ജ്യൂസി ആയിട്ട് കിട്ടും. മറ്റേത് നമ്മൾ അല്ലാണ്ട് നമ്മൾ ഗ്രില്ല് ചെയ്യുമ്പോഴത്തേക്കും ഈ ചിക്കൻ്റെ ഫ്രണ്ട് ഭാഗമൊക്കെ ഒന്ന് ഹാർഡായിട്ട് പോകും. ആ ഒരു ജ്യൂസി എഫക്റ്റ് പോകും. അപ്പോൾ ഗ്രില്ല് ചെയ്യേണ്ട മസാല ഞാൻ സിമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് വേണം, ഒരു തക്കാളി വേണം, ഞാൻ കാന്താരി മുളക് വീട്ടിൽ നിന്ന് ഇക്കാരെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന കാന്താരി മുളക് എടുത്തിട്ടുണ്ട്, പിന്നെ പകുതി സവാള, പിന്നെ ചുമന്ന മുളക് എടുത്തിട്ടുണ്ട്, പിന്നെ പുളി എടുത്തിട്ടുണ്ട്. നമ്മളിപ്പം അറബിക് ഗ്രില്ല് കഴിച്ചിട്ടുള്ളവർക്കറിയാം ഒരു പ്രത്യേക ടേസ്റ്റാണ് അറബിക് ഗ്രില്ലിന്. അതെന്താന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നാരങ്ങാ നീരും തൈരും ചേർക്കും. അതിന് പകരം അവർ ചേർക്കുന്നത് തൈരും പുളിയുമാണ് കേട്ടോ. അത് ഞാൻ പണ്ട് ഗൾഫിൽ നിന്ന സമയത്ത് എനിക്കവിടെ നെയ്ബർ പറഞ്ഞു തന്നെയാണ്. അവർ മെയിനായിട്ട് ചേർക്കുന്നത് പുളിയാണ്. അപ്പം അത് നന്നായിട്ട് ആ ഒരു മസാല കംപ്ലീറ്റ് നല്ല പോലെ അരച്ചെടുക്കുക. അരച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മൾ സാധാരണ എന്താ ചെയ്യുന്ന മുളക് പൊടി, മല്ലിപ്പൊടി അങ്ങനെയുള്ള എല്ലാ മസാലയും ചേർത്ത് മിക്സ് ചെയ്യാം. ഈ ഒരു മിക്സ് ചെയ്തെടുക്കുന്ന ഈ ഒരു കൂട്ട് വേണമെങ്കിൽ നമുക്കൊരു സോസ് പാനിലിട്ട് നന്നായിട്ടൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് വെക്കുവാണെങ്കിൽ ഇതിൻ്റെ ബാലൻസ് വരികയാണെങ്കിൽ നമ്മൾ ഫ്രീസറിൽ വെച്ച ഒരു മാസം വരെ അതിരിക്കും കേട്ടോ. നമ്മൾ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തതിന് ശേഷം തണുപ്പിച്ച് ഫ്രീസറിൽ വെക്കുവാണെങ്കിൽ നമുക്ക് പിന്നെ
ഗ്രില്ലിന് ഉപയോഗിക്കുകയും ചെയ്യാം. ഏകദേശം 1 മാസം വരെ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ വെക്കുകയാണെങ്കിൽ ഫ്രീസറിലും സൂക്ഷിക്കാം. അപ്പോൾ ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ നമ്മൾ ഇതിലിടുന്ന ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമുക്ക് ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഗരം മസാല എന്ന് വെച്ചാൽ ഒരുപാട് വാരി ഇടാനല്ല, ഒരു കുറച്ച് ഗരം മസാല നമുക്ക് ഫ്ലേവറിനനുസരിച്ച് ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ വരെ ഇടാം. പിന്നെ മല്ലിപ്പൊടി, പെരിഞ്ജീരകപ്പൊടി, മഞ്ഞൾപ്പൊടി, മുളക് പൊടി കാശ്മീരി മുളക് പൊടി ഉപയോഗിക്കുക. അപ്പോൾ എരിവ് ഒരുപാട് കൂടുതലും ആയിരിക്കില്ല, അതുപോലെ നല്ല കളറും കിട്ടും, കാണുമ്പോൾ രസം ഉണ്ടാവും. അത് ചേർക്കുക. പിന്നെ എണ്ണയ്ക്ക് പകരം ഞാനിവിടെ ഒലിവ് ഓയിലാണ് ചേർക്കുന്നത്. എന്നുവെച്ചാൽ ഗ്രില്ലിന് സത്യത്തിൽ എണ്ണയുടെ ആവശ്യമില്ല. പക്ഷേ എങ്കിൽ പോലും ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ ചിക്കൻ ഒരു സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഒരു 1 ടീസ്പൂണോ അല്ലെങ്കിൽ 1/2 ടീസ്പൂണോ എണ്ണ ചേർത്ത് കൊടുക്കാം. ഒലിവ് ഓയിൽ ഇല്ല എന്നുണ്ടെങ്കിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. വെളിച്ചെണ്ണ ചേർക്കരുത്, അപ്പോൾ കംപ്ലീറ്റ് ടേസ്റ്റ് മാറിപ്പോവും. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ചിക്കനിൽ പുരട്ടി മാഗ്നേറ്റ് ചെയ്താൽ മാത്രം മതി. ഇതിനുശേഷം ഞാനത് ഫ്രീസറിലോട്ട് സ്റ്റോർ ചെയ്യുന്നുണ്ട്. ഞാൻ ഉച്ചയ്ക്ക് സത്യത്തിൽ ഏറ്റവും മാക്സിമം ഞാൻ പണി തീർക്കാൻ നോക്കും കേട്ടോ. ഒരു 11-11:30 കൂടി രാവിലത്തതും ഉച്ചയ്ക്കത്തതും രാത്രിയത്തതും കംപ്ലീറ്റ് ഞാൻ ചെയ്ത് കിച്ചൺ ക്ലീൻ ചെയ്തിടും. കാരണം അതിനുശേഷം പിന്നെയും ഒരുപാട് നേരം നിന്ന് അങ്ങനെ കുക്ക് ചെയ്യാൻ എനിക്കും വലിയ താല്പര്യമില്ല. കിച്ചൺ എപ്പോഴും നീറ്റായിട്ട് കിടക്കാനാണ് ഇഷ്ടം. പിന്നെ വൈകുന്നേരം ചായ ഇടുന്ന സമയത്ത് മാത്രം ചായ ഉണ്ടാക്കാനോ വല്ല എന്തെങ്കിലും സ്നാക്സോ അങ്ങനെ എന്തെങ്കിലും നോക്കും എന്നേ ഉള്ളൂ. മാക്സിമം ഈ ഒരു ഉച്ചയ്ക്ക് മുന്നേ തന്നെ എല്ലാ ജോലിയും കഴിച്ച് വെക്കാറാണ് പതിവ്. അതുകൊണ്ട് ഞാൻ നേരത്തെ എഴുന്നേക്കും. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിൽ എല്ലാ ജോലിയും മാക്സിമം ഞാൻ നേരത്തെ ഇപ്പം എന്ന് വെച്ചാൽ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് തീർന്ന ഉടനെ ഞാൻ രാത്രിയത്തെ എന്തെങ്കിലും കറി നമ്മളെന്തായാലും പ്ലാൻ ചെയ്യുമല്ലോ തലേന്ന് കിടക്കുമ്പോൾ, അതങ്ങ് ചെയ്ത് ഞാനങ്ങ് ഒരു സൈഡിൽ മാറ്റും. അതിനുശേഷം ഉച്ചയ്ക്കുള്ള ലഞ്ച് പ്രിപ്പയർ ചെയ്യും. അത് ചെയ്തിട്ട് അത് ഒരു 11 മണിയാകുമ്പം, 10:30-11 മണിയാകുമ്പോൾ അതും തീരും. അതും ഞാൻ ഡൈനിങ് ടേബിളിൽ കൊണ്ടങ്ങ് വെക്കും ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ. അപ്പോൾ പിന്നെ അതങ്ങ് കംപ്ലീറ്റ് ആയിട്ട് ഒതുങ്ങുമല്ലോ. പിന്നെ ഇതിലൊരു കാര്യം എന്ന് വെച്ചാൽ ഞാനിപ്പം പറഞ്ഞല്ലേ എറണാകുളത്തോട്ട് നമ്മൾ മാറി എന്ന് പറഞ്ഞല്ലോ 1 വർഷത്തേക്ക്. അപ്പോൾ കുറച്ച് സാധനങ്ങൾ നമ്മൾ ആമസോണിൽ നിന്നും ഫ്ലിപ്കാർട്ടിൽ നിന്നും മീഷോയിൽ നിന്നും മിന്ത്രയിൽ നിന്നും ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഒരു കുഞ്ഞു വീഡിയോ ഇടണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അപ്പം ഈ ആഴ്ച തന്നെ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാം. കാരണം ഒരുപാട് പേർക്ക് അത് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഓൺലൈനിൽ നിന്ന് പറ്റുന്ന നല്ല ചെറിയ സാധനങ്ങളൊക്കെ വാങ്ങാമല്ലോ. അപ്പം അങ്ങനെയുള്ളൊരു അൺബോക്സിങ് വീഡിയോയും ഞാൻ അടുത്ത് തന്നെ പോസ്റ്റ് ചെയ്യാം കേട്ടോ. നമുക്കിനി മീൻ കറി പക്ഷെ അപ്പോൾ അവിടെ നിന്ന് ക്യാമറ പിടിക്കുമ്പോൾ ആ സൈഡ് മൊത്തം വരും മോനെ. എങ്ങനെയാ എന്നെ കിട്ടുന്നുണ്ടോ? ഉമ്മയുടെ കൈ എന്റെ മുഖം കിട്ടണില്ല. എപ്പോഴും ഇപ്പൊ കിട്ടുന്നുണ്ട്. കുറച്ചുകൂടെ അടുത്തോട്ട് വന്നേ. ഓക്കെ ഗായ്സ്, നമ്മുടെ സൂപ്പർ ഡൂപ്പർ മീൻകറി അങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. റെഡി ആയില്ല, റെഡി ആവാറായി. തക്കാളിയൊക്കെ മീൻകറിക്കല്ലോ അല്ലേ? ആ തക്കാളിയൊക്കെ മീൻകറിക്കുള്ളതല്ലേ? ഇനി നമുക്ക് തക്കാളി, പച്ചമുളക്, കറിവേപ്പില നമുക്ക് മൊത്തം മീൻകറിയിലോട്ട് ഇടാം. ഫസ്റ്റ് നമ്മൾ തക്കാളി അങ്ങ് ഇടാൻ പോണം. നല്ല ചുമന്ന സൂപ്പർ ആയിട്ടുള്ള തക്കാളിയാണ്. നമുക്ക് ഇതിലോട്ട് പച്ചമുളക്, നമ്മുടെ ഹോം മെയ്ഡ് പച്ചമുളക്, ഹോം മെയ്ഡ് അല്ല, വീട്ടിൽ നിന്ന് വളർത്തിയ പച്ചമുളക്, കറിവേപ്പില ഇട്ട് കൊടുക്കാം. വീട്ടിൽ നിന്നും എടുത്താണ് എടുത്തോണ്ട് വന്നത്. നമ്മള് വീട്ടിലുള്ള പെരുമാതിരമുള്ള നമ്മൾ പറിച്ച് കൊണ്ടുവന്നത്. ഇനി ഇത് മീൻകറി ഉണ്ടാക്കി നേരെ നമ്മൾ ചോറുണ്ടാക്കും. ചോറ്
വേണ്ടി തോന്നുന്നു. തോരനുണ്ടാക്കും. പിന്നെ പപ്പടവും ഉണ്ട്. പപ്പടം എന്തെങ്കിലും ഇത് അറിഞ്ഞുകൂടാത്തവർക്ക് വേണ്ടി മനസ്സിലാക്കണം. ഇതെന്തുവാണ്? ബേബി കുക്കുംബർ. ബേബി കുക്കുംബർ. അതാ കോവയ്ക്കാ. കോവയ്ക്ക. പിന്നെ ബേബി കുക്കുംബർ എന്ന് പറഞ്ഞാ എന്റെ ഉൾഭാഗം കണ്ടപ്പോഴാണ് മനസ്സിലായത്. അതേ കണക്കിരിക്കണോണ്ട് മനസ്സിലായില്ല. എന്റെ ഉൾഭാഗം കണ്ടപ്പോ മനസ്സിലായി ബേബി കുക്കുംബർ. ബേബി കുക്കുംബർ എന്നല്ല ഇപ്പൊ ഉമ്മ പറഞ്ഞ പേര്. എന്താ പേര്? മറന്നുപോയി. വെജിറ്റബിൾസിന്റെ പേര് വെണ്ടയ്ക്ക എന്നാണ്. വെണ്ടയ്ക്ക അല്ലേ അമ്മ പറ. കോവയ്ക്ക. സത്യം തന്നെ. നമ്മളിന്ന് കോവയ്ക്ക തോരനാണ് ഉണ്ടാക്കാൻ പോണ അല്ലേ അമ്മ? നമ്മളല്ല, ഞാൻ. ഉമ്മ. ഞാൻ ഇവിടെ വീഡിയോ എടുക്കും, ഉമ്മ അവിടെ ഉണ്ടാക്കും. ഇത് കഴിഞ്ഞ് നമ്മൾ നേരെ പോകുന്നു നമ്മുടെ മത്തി ഫ്രൈ. ഏതൊരു മീൻ്റെ ഫ്രൈ ആണ്? കിളിമീൻ. ആ മീൻ്റെ ഒരു ഫ്രൈ ആണ് നമ്മൾ ഇത് കഴിഞ്ഞിട്ടുള്ള എടുക്കാൻ പോകുന്നത്. നമ്മൾ ഇന്നലെ എല്ലാം പെട്ടി വെച്ച് ഫ്രിഡ്ജിലൊക്കെ വെച്ച് ഇപ്പൊ അത് നമ്മൾ ചൂടുവെള്ളത്തിൽ നമ്മുടെ ചൂടുവെള്ളം ഒരു കിണ്ണത്തിൽ ഒഴിച്ച് അതിന്റെ മുകളിൽ പാത്രം വെച്ച് അതിന്റെ മുകളിൽ ആ മീൻ വെച്ചു കൊടുത്ത് അത് തണുപ്പ് മാറാൻ വേണ്ടി. സ്കൂളിൽ പോണായി നമ്മുടെ യൂണിഫോമിന്റെ മെഷർമെന്റ് എടുക്കാൻ. ഗായ്സ് നമ്മുടെ മീൻകറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണം. നമ്മുടെ മീൻകറി അവിടെ റെഡി ആയിക്കൊണ്ടിരിക്കണം. ഇനി ചൂടാക്കലും കൂടെ കഴിഞ്ഞാൽ മീൻകറി റെഡിയാവും. തിളപ്പിക്കുന്നത് കൂടെ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മീൻകറി റെഡിയാവും. ചോറ് ഓൾറെഡി റെഡിയായി. ചോറ് റെഡിയായി. സോറി, നേരത്തെ പറഞ്ഞ ചോറ് റെഡിയായി എന്നല്ല. ഇപ്പൊ ചോറ് റെഡിയായി, മീൻകറി റെഡിയായി. നമ്മള് കോവയ്ക്ക ഇപ്പൊ അരിഞ്ഞുകൊണ്ടിരിക്കുന്നു. നമ്മുടെ കോവയ്ക്ക ദാതിരായി. അല്ല, ഇത്രയും നേരം എടുത്തത് ഏത് മോഡിലായിരുന്നു? സ്ലോ മോഷൻ മോഡിലാണ് എൻ്റെ മോൻ ഇത്രയും നേരം വീഡിയോ എടുത്തത്. ഇതാണ് നമ്മൾ കറക്റ്റ് സിനിമാറ്റിക് മോഡിലോട്ട് എത്തിയത്. കോവയ്ക്ക തോരൻ. ഫിഷ് കറി ഒരു സൈഡിലാവുന്നുണ്ട്, ഫിഷ് ഫ്രൈ ആവുന്നു, ബാക്കി പൊരിക്കാനുള്ളത്. ഓക്കെ. ഞാൻ നേരത്തെ പറഞ്ഞ സ്ലോ മോഷൻ മോഡായിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞ ഇങ്ങനെ കേൾക്കാനുള്ളത് നമ്മുടെ കോവയ്ക്ക ഇങ്ങനെയാണ്. ഇപ്പോഴാണ് ഒന്ന് ക്ലിയർ ആയി കേൾക്കാൻ പോകുന്നത്. നമ്മുടെ കോവയ്ക്ക ഇട്ടു. കോവയ്ക്കുണ്ട്. ഇപ്പോൾ നമ്മുടെ മസാല അരപ്പ് നമ്മൾ ഇട്ടു. നല്ല മണവും കടിക്കുന്നുണ്ട്. കഴിക്കാനൊക്കെ തോന്നുന്നുണ്ടല്ലേ അമ്മ? നമുക്ക് ഇനി കുറച്ച് വെള്ളം ഒഴിച്ച് നമുക്ക് ലൂസാക്കാം. അരപ്പ് ഷേക്ക് ചെയ്ത് നമ്മൾ ഇടയിലിടും, ഒഴിക്കും. എന്നിട്ട് പക്ഷെ ഇപ്പോഴൊക്കെ മിക്സ് ചെയ്യരുത്. മിക്സ് ചെയ്താൽ ഇതിന്റെ ടേസ്റ്റ് മാറും. അപ്പൊ ഇങ്ങനെ ഒഴിച്ചിട്ട് നമ്മൾ അടച്ചു വെച്ച് കുക്ക് ചെയ്ത് ലാസ്റ്റ് വെള്ളം എല്ലാം വറ്റിയ ശേഷം മാത്രമേ മിക്സ് ചെയ്യാം. ഇതിന് ഇപ്പൊ ഇത് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ചോറ് നേരെ റെഡി ചെയ്യുന്ന കുക്കറിൽ അല്ലേ അമ്മ? ഇന്ന് കുക്കറിൽ വെച്ചു. കാരണം എന്താ, നമ്മളിന്ന് ലേറ്റ് ആയിപ്പോയി അല്ലേ? നമ്മളിന്ന് പെട്ടെന്നാവാൻ വേണ്ടി നമ്മളിന്ന് പെട്ടെന്ന് കുക്കറിൽ വെച്ചു. മണിക്കൂർ കൊണ്ടാണ് ഈ 4 ഐറ്റം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞത്. ചോറ്, മീൻകറി ഇനി തിളപ്പിച്ച് കഴിഞ്ഞല്ലേ? മീൻ
അതെത്ര നേരം കൊണ്ട് ഈ സംസാരിക്കുന്നു? ഏ ഏ അതുകൊണ്ടാണ് അപ്പൂന് വെള്ളം വേണ്ട. ഏ വേണം. ഇത് ലൈറ്റിന് ചെറിയ പ്രശ്നമുണ്ട് അപ്പൂസേ. ആ അപ്പൂന് ഇന്നത്തെ വീഡിയോയിൽ ഇഷ്ടപ്പെട്ട അല്ല ഇഷ്ടപ്പെട്ട എല്ലാവർക്കും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ വീഡിയോ കാണാത്തവർക്ക് ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. എന്നിട്ട് നമുക്ക് വേണ്ടി ഒന്ന് ഫോളോയും ചെയ്യുക. പക്ഷെ ഞാൻ അതല്ല ചോദിച്ചത്. അപ്പു വെള്ളം കുടിച്ചോ? മതിയാ? ഇനി ഓഫ് ചെയ്യട്ടാ? ഇനി എന്തെങ്കിലും അപ്പൂന് എക്സ്പ്ലെയിൻ ചെയ്യാനുണ്ടോ? ഓക്കെ ആണ്? ഹാപ്പിയാണ്? സാറ്റിസ്ഫൈഡ് ആണ്? അല്ല, ഇനി എന്തെങ്കിലും കൂടുതൽ സംസാരിക്കണം? എന്താണ്ട്? ആ, ഇത് നേരത്തെ പറഞ്ഞല്ലോ. പറഞ്ഞില്ലേ? മറന്നോയാ? എന്നിട്ട് ആദ്യമായി കാണുന്നവർക്ക് ഫോളോയും, ആദ്യം കാണുന്നവർ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. എന്നിട്ട് ഫോളോയും ചെയ്യുക. ഓക്കെ. ഇതാരാണ്? സൈറു അപ്പൂൻ്റെ ആരാണ്? ചേച്ചി അല്ല, ഇത്ത. ഇത്തായ? ഇത്താക്ക് എന്തോ പറ്റി അപ്പു വീഡിയോയിലൊന്നും വരാത്ത? ഉറക്കം വന്നോണ്ടാ? ബൈ. ബൈ. ഇനി വാപ്പായെ നമുക്ക് വിളിക്കാം. ആ, നല്ല വിളി. ഓക്കെ. എന്താണ്? ആ, ഇപ്പോൾ എനിക്കിപ്പോ വിശപ്പില്ല. ഉമ്മ വാപ്പ വന്നിട്ട്, വാപ്പ 3 മണി ഉമ്മ വാപ്പ വന്നിട്ട് കഴിക്കൂന്ന് പറയുന്നുണ്ട്. ഞാൻ പറഞ്ഞ് കഴിക്കണില്ലെന്ന് ഉമ്മ നിർബന്ധിച്ച് എന്നെ കഴിപ്പിച്ചാണ്. അല്ല, താല്പര്യമില്ല കഴിക്കാൻ. ഒരു താല്പര്യമില്ല. അല്ല, ഇപ്പൊ വയറ് നിറഞ്ഞു സത്യം. വെള്ളം കുടിച്ചാണ്. കുടിച്ചോണ്ട് ആ, അപ്പം അപ്പു 2 ഗ്ലാസ് വെള്ളമാണ് ഞാൻ ഇന്ന് കുടിച്ചത്. അപ്പു രണ്ടല്ലേ കുറെ കുടിച്ചു. അല്ല, എനിക്ക് വേണ്ടി ഒരു 3 മണി വരെ വെയിറ്റ് ചെയ്യോ ഫുഡ് കഴിക്കാതെ? ചുമ്മാണ്. മക്കള് കഴിച്ചോ? നല്ല ചേറാ. ബിസ്മി പറഞ്ഞില്ല. അപ്പൊ എന്താ പറയും? ആ, ബിസ്മി പറഞ്ഞില്ലല്ലോ. ബിസ്മി എല്ലാം മിക്സ് ആയി പോയി. പോയി. കറക്റ്റ്. സാറുണ്ടേ? അപ്പൊ ഇനി ബൈ പറ. ഓഫ് ചെയ്യട്ടെ. ബൈ. അപ്പോൾ ഇന്ന് ചായയുടെ കൂടെ വൈകുന്നേരം ഇപ്പോൾ ഒരു 4 മണിയായിട്ടുണ്ട്. ചായയുടെ കൂടെ ഞാൻ വിചാരിച്ചു അവിൽ കഴിക്കാം എന്ന് വിചാരിച്ചിട്ടുണ്ട്. കാരണം എപ്പോഴും എണ്ണയിൽ പൊരിക്കുന്ന സാധനങ്ങൾ അധികം ഇപ്പം കഴിക്കാറില്ല. അപ്പം അവിൽ കഴിക്കാമെന്ന് വിചാരിച്ചിട്ടുണ്ട്. അപ്പോൾ അതിന് വിചാരിക്കുകയല്ല, അതിന് വേണ്ടി ഞാൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അവിലും പഴവും കരിപ്പെട്ടി, തേങ്ങ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ. പിന്നെ അവിൽ മിക്സ് ചെയ്യുന്നത് വെള്ളത്തിലല്ല, നമ്മൾ നനയ്ക്കുമല്ലോ കുതിർക്കാനായിട്ട്. അത് ഞാൻ പാലിലാണ് എപ്പോഴും മിക്സ് ചെയ്യുന്നത്. ചിലപ്പോൾ മക്കൾക്ക് മാത്രം കൊടുക്കുന്ന സമയമാണെങ്കിൽ കുറച്ച് ബട്ടർ മെൽറ്റ് ചെയ്തതോ അല്ലെങ്കിൽ നെയ്യ് കുറച്ചോ അങ്ങനെ എന്തെങ്കിലും ചേർക്കും. ഇല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ ആണെങ്കിലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പം വലുതായിട്ട് എണ്ണയും വയറ്റി പോകത്തില്ല, അത്യാവശ്യം നല്ല ഫില്ലിങ്ങും ആയിരിക്കും. അപ്പോൾ അങ്ങനെ വൈകുന്നേരം അതെടുക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ ഒരു 4 മണിയായി. 4 മണിയായപ്പോഴത്തേക്കും ഇക്ക വന്നിട്ടുണ്ട്. ചായ കുടിക്കാനായിട്ട് വന്നിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് പിന്നെയും പോകും കേട്ടോ. അപ്പം നമ്മുടെ ഈ സാധനങ്ങളുടെ, അതായത് കണ്ടെയ്നേഴ്സ്, വീട്ടിൽ ആവശ്യമുള്ള കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ, ഡെക്കോർ ഐറ്റംസ് ഒക്കെ ഞാൻ ഓൺലൈനിൽ നിന്ന് റീസണബിൾ റേറ്റിൽ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ, അൺബോക്സിങ് വീഡിയോ, അങ്ങനെയുള്ള അൺബോക്സിങ് കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അതുപോലത്തെ അൺബോക്സിങ് വീഡിയോ ഞാൻ ചെയ്തില്ല. ഞാൻ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ഞാൻ എഡിറ്റ് ചെയ്തില്ല. കാരണം നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇട്ടാൽ മതിയല്ലോ. അപ്പോൾ അത് താല്പര്യമുണ്ട് എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്താൽ ഈ ആഴ്ച തന്നെ ഞാൻ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഇടാം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഞാൻ ഈ ബാത്റൂം കഴുകാനായിട്ട് എനിക്ക് ഒരുപാട് കുനിഞ്ഞ് നിന്ന് കഴുകാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഡിസ്കിന് ചെറിയൊരു പ്രശ്നമുണ്ട്.
അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇതുപോലൊരു ഇലക്ട്രിക് ബ്രഷ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ബാത്റൂമൊക്കെ കഴുകാനായിട്ട്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഡീറ്റെയിൽ വീഡിയോ ആണ് ഞാൻ അതിൽ കാണിക്കാം എന്ന് വിചാരിച്ചത്. ഇപ്പം ഇത് ഞാൻ അന്ന് ഡേ ഇൻ മൈ ലൈഫ് ചെയ്യുന്നതിൻ്റെ അന്ന് ഈ ഒരു ഐറ്റം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അതിൻ്റെ ഒരു വീഡിയോ എടുത്തത്. ഡീറ്റെയിൽ വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. അൺബോക്സിങ് വീഡിയോയുടെ കൂടെ ഞാനത് കാണിക്കാം. ഒരു കൊറിയർ കൊണ്ടുപോയിട്ട് പിന്നെ അനക്കമൊന്നുമില്ല. അപ്പോ എന്തോ ചെയ്യണേ? സെലസ്റ്റിയൽ സ്പ്രേ ഒന്ന് ഓർഡർ ചെയ്തതൊന്നും. അടുത്ത ഓർഡർ അല്ലേ? നമുക്കിന്ന് 2 ദിവസം കൊണ്ട് ഭയങ്കര ഓർഡറാണ് അല്ലേ അപ്പൂ? വെട്ടാൻ പറ്റുമോ അപ്പൂന്? ഇങ്ങ് തായോ അമ്മ കത്തിരി കൈമുറി ഇങ്ങ് താ, അമ്മ കെട്ടിയാ. ഇത് പിടിച്ചോ. അപ്പൂഷിന് വീഡിയോ എടുത്തോണ്ടിരുന്നപ്പോൾ അപ്പൂന് കാണാത്തോണ്ടല്ലേ അമ്മ വന്നത്. അപ്പൂ വെട്ടട്ടാ? ഞാൻ പെട്ടാമ മക്കളെ കൈ മുറിയൂടാ. ഇല്ല, ഇത് എന്നെ കൊണ്ട് പറ്റണല്ലോ. ഞാൻ ആക്കാം നോക്കട്ടെ. നോക്കട്ടെടി. അവിടെ വെച്ചാണെങ്കിൽ കുറച്ചും കൂടെ പെട്ടെന്നായനല്ലോ പൂ. ടേബിളിൻ്റെ പുറത്തായിരുന്നെങ്കിൽ മാറിക്കേ. ഉമ്മാടൂടെ അല്ലടാ, ടേബിളിൻ്റെ പുറത്തായിരുന്നെങ്കിലേ അപ്പൂന് കുറച്ചും കൂടെ. 3 പാക്സ് ഉണ്ട്. ഇത് നോക്കാം. അതെ, അത് ഒരുപോലെ ഇരിക്കും പക്ഷെ വേറെയാണ് അല്ലേ അപ്പൂ? ഓക്കെ, അപ്പം എന്തായാലും ഇങ്ങനെ നോക്കി നോക്കാം. പാപ്പായെ വിളിക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു 8 മണിയായിട്ടുണ്ട്. 7 മണിയായപ്പോൾ എനിക്കൊരു കോള് വന്നു. താത്ത ഞാൻ അങ്ങോട്ട് വരുന്നുണ്ട് എന്നും പറഞ്ഞിട്ട് എൻ്റെ അനിയത്തി വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ രാവിലെ ഞാൻ പറഞ്ഞില്ലേ നമുക്ക് രാത്രിയത്തേക്കുള്ള ഏകദേശം ഒന്ന് ആക്കി വെക്കാറാണ് പതിവ്. അപ്പോൾ പെട്ടെന്ന് അവർ വരുന്നു എന്ന് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ കുറച്ച് ചിക്കനും കൂടെ എടുത്ത് കറിയും കൂടെ ആക്കി. കാരണം ഞങ്ങൾക്ക് മാത്രമാണല്ലോ ഗ്രില്ലും ഇതൊക്കെ ഞാൻ കരുതിയിരുന്നത്. പിന്നെ ഞാൻ പെട്ടെന്ന് തന്നെ നിഷാനാക്ക് ഈ വാഴയ്ക്കപ്പം ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഉണ്ടാക്കുന്ന വാഴയ്ക്കപ്പം എന്ന് പറഞ്ഞാൽ പഴംപൊരി ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വിചാരിച്ചു അവർ വരുമ്പോഴത്തേക്കും ചായയും വാഴയ്ക്കപ്പവും കൂടെ ഉണ്ടാക്കാം. വേറെ ജോലിയെല്ലാം നേരത്തെ കഴിഞ്ഞല്ലോ. പിന്നെ കുറേ തുണി മടക്കാനുണ്ടായിരുന്നു. തുണിയൊക്കെ മടക്കി കബോർഡ് കുറച്ച് ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു. കാരണം അത് കുറച്ച് ദിവസം നമ്മൾ കബോർഡ് ഇങ്ങനെ തുണി മടക്കി വെച്ചാൽ പൊടി ഇങ്ങനെ വലയൊക്കെ കെട്ടുമല്ലോ. അപ്പോൾ അത് കംപ്ലീറ്റ് ഇന്ന് അതായിരുന്നു മെയിൻ ജോലി. വേറെ കാര്യമായിട്ട് പണിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്ന് അതായിരുന്നു മെയിൻ പണി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒന്ന് കുളിച്ച് കയറിയപ്പോഴാണ് നിഷാന വിളിച്ചത്. ഇങ്ങോട്ട് വരുന്നുണ്ട് എന്നും പറഞ്ഞിട്ട്. ഇന്നൊരു ദിവസം സ്റ്റേ ആണ്, നാളെ രാവിലെ പോകും, പിറ്റേ ദിവസം രാവിലെ പോകും എന്ന് പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ പെട്ടെന്ന് തന്നെ പോയി മാവെല്ലാം കലക്കി വാഴയ്ക്കപ്പമൊക്കെ ഉണ്ടാക്കി, ചായ ഉണ്ടാക്കി. അങ്ങനെ ഇപ്പം എന്താ ഇപ്പം എൻ്റെ അടുത്താണ് ഞങ്ങൾ സാധാരണയാണ് ഞങ്ങൾ ട്രിവാൻഡ്രത്താണ് നിൽക്കുന്നത്. എൻ്റെ സിസ്റ്റർ തൃശ്ശൂരാണ്. ഹസ്ബൻഡിൻ്റെ ജോലി ആവശ്യമായിട്ട് തൃശ്ശൂരാണ് നിൽക്കുന്നത്. അപ്പോൾ ഇപ്പം ഞങ്ങൾ എറണാകുളത്ത് വന്നതുകൊണ്ട് പുള്ളിക്കാരിക്കിപ്പം എൻ്റെ അടുത്തോട്ട് വരാൻ ഒരു 1.5-2 മണിക്കൂറത്തെ സമയം മതി. മറ്റേ ട്രിവാൻഡ്രത്താകുമ്പോൾ അത്യാവശ്യം നല്ല ദൂരം ഉണ്ടല്ലോ. അപ്പോൾ ഇപ്പം അടുത്തായതുകൊണ്ട് അങ്ങനെ കാണാൻ ഇടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ ചായയൊക്കെ കുടിച്ച് വാഴയ്ക്കപ്പമൊക്കെ കഴിച്ച്. അപ്പോൾ ഇക്കായും അനിയനും ഒക്കെ അവിടെ കാര്യമായ സംസാരത്തിലാണ്. മക്കളെല്ലാം ഒരു സൈഡിൽ കൂടെ കളിയിലാണ്. കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ സൗണ്ടിന് എന്താ പറ്റിയെന്ന്. എനിക്കൊരു ഇപ്പോൾ ഒരു 1.5 ആഴ്ചയായിട്ട് ഒരു പനി വന്നതാണ്. പനി വന്നതോടുകൂടി ത്രോട്ട് ഇൻഫെക്ഷനായി. സൗണ്ട് ഓൾമോസ്റ്റ് കംപ്ലീറ്റ് പോയി. ഇപ്പം ഞാൻ സൗണ്ട് കൊടുക്കുന്ന സമയത്തും ഒരു ഫ്ലാസ്കിൽ വെള്ളം അടുത്ത് വെച്ചിട്ട് കുടിച്ചാണ് സൗണ്ട് കൊടുക്കുന്നത്. പിന്നെ സ്പ്രേ ചെയ്തിട്ടൊക്കെയാണ് സൗണ്ട് കൊടുക്കുന്നത്. കാരണം സൗണ്ട് തന്നെ പല മോഡുലേഷനിലാണ് പോകുന്നത്. പല ശബ്ദങ്ങളിലാണ് എൻ്റെ സൗണ്ട് ഓരോ സമയവും മാറുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ദാ വീണ്ടും സൗണ്ട് അടുപ്പിച്ച് കൊടുത്തു വന്നപ്പോഴത്തേക്ക് ശബ്ദത്തിന് മാറ്റമുണ്ട്. അപ്പോൾ എന്തായാലും നല്ല സമയം എന്ന് തന്നെ പറയണം. ചെറിയ സമയമല്ല, നല്ല സമയം. കാരണം കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഓവൻ വർക്ക് ചെയ്യൂല. ഓവൻ എന്ന് വെച്ചാൽ സാധാരണ ലൈറ്റ് ഫാനൊക്കെ ഇതാക്കാൻ പറ്റും, പക്ഷെ ഓവൻ വർക്ക് ചെയ്യില്ല. അപ്പം ഞാൻ വിചാരിച്ചു പാനിൽ നമുക്ക് തന്തൂരി ഗ്രില്ല് ചെയ്യാമെന്ന്. നമുക്ക് സാധാരണ പാൻ ഉണ്ടല്ലോ, അതിൽ കുറച്ച് ഒലിവ് ഓയിൽ, 2 ടേബിൾ സ്പൂൺ ഒലിവ് ഓയിൽ ഒഴിച്ചിട്ട് ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കുക. എന്നിട്ട് ചിക്കൻ ഇട്ടതിന് ശേഷം പിന്നെ ഒരു ലോ ഫ്ലെയിമിലിട്ട് നമ്മൾ കുക്ക് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മൾ ഓവനിൽ കുക്ക് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാനായിട്ട് പറ്റും. പിന്നെ ഓവനിലാകുമ്പോൾ നമുക്ക് വെച്ചിട്ട് മാറി നിൽക്കാം, കുഴപ്പമില്ല. നമുക്ക് ടൈമർ സെറ്റ് ചെയ്താൽ മതിയല്ലോ. പക്ഷേ
പാനിലാകുമ്പോൾ നമ്മൾ ഒരു 15 മിനിറ്റ് ഒക്കെ ആകുമ്പോഴത്തേക്ക് വന്ന് നോക്കണം അടിക്ക് പിടിച്ചോ ഇല്ലയോ എന്നുള്ളത്. അത്രയേ ഉള്ളൊരു പ്രശ്നം. അപ്പോൾ ഇതാണ് എൻ്റെ സിസ്റ്റർ, എല്ലാവർക്കും അറിയായിരിക്കും, പുള്ളിക്കാരിക്കും യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്. പിന്നെ നമ്മൾ ഫുഡെല്ലാം ഫുഡ് കഴിച്ചില്ല കേട്ടോ, ഇത് കഴിഞ്ഞിട്ടാണ് കഴിക്കുന്നത്. നമ്മൾ കുറേ നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. ഞാൻ ക്യാമറമാനാണ്. അതെ. പെരേരയും സെബാസ്റ്റ്യനും. അപ്പോസ് അപ്പു സൈഡ് കുനിഞ്ഞു വാ. അപ്പോൾ ആർക്കും ബോറൊന്നും അടിച്ചിട്ടില്ലല്ലോ കേട്ടോ. എനിക്ക് ഈ വ്ളോഗ് എടുത്തൊന്നും സത്യത്തിൽ വലിയ പരിചയമില്ല കേട്ടോ. നമ്മൾ സാധാരണ വീഡിയോ ചെയ്യുന്നേക്കാളും കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടല്ലേ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് വ്ളോഗ് വലിയ ഐഡിയ ഇല്ല. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ക്ഷമിക്കാം. അപ്പോൾ എന്തായാലും നമുക്ക് കഴിഞ്ഞ വീഡിയോയിൽ വിന്നറിനെ തിരഞ്ഞെടുക്കാം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ എനിക്കിപ്പം ഭയങ്കര സന്തോഷമാണ് കേട്ടോ. ഹ്യൂജ് റെസ്പോൺസാണ് നമ്മുടെ ഫേസ് പാക്കൊക്കെ ഇട്ടിട്ട് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ഒരുപാട് സന്തോഷം. അപ്പോൾ എന്തായാലും നമ്മൾ കമൻറ്റിൽ നിന്ന് നമുക്ക് ഒരാളെ നമ്മൾ എല്ലാ വീഡിയോസിലും ഒരു വിന്നറിനെ തിരഞ്ഞെടുത്ത് ക്യാഷ് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് ആ വീഡിയോയുടെ ലിങ്ക് കോപ്പി ചെയ്യുന്നുണ്ട്. പിന്നെ കമൻറ്റ് പിക്കർ വഴി നമ്മൾ ആ ഒരു ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ട് അതിൽ നിന്നാണ് നമ്മളൊരു വിന്നറിനെ തിരഞ്ഞെടുക്കുന്നത്. മൊത്തത്തിൽ നമുക്ക് 527 കമൻറ്റ്സ് വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് ക്ലിക്ക് ചെയ്ത് നമുക്ക് വിന്നറിനെ സെലക്ട് ചെയ്യാം. പേജ് ലോഡിംഗ് ആണ്. ഓക്കെ, വിന്നർ വന്നിട്ട് സാജിദ പാലക്കാടാണ്. ഞാൻ പുതിയതാണ്, അപ്പോൾ എനിക്ക് തോന്നുന്നു പുതിയ സബ്സ്ക്രൈബർ ആണെന്ന് തോന്നുന്നു. അപ്പം വെൽക്കം ടു അവർ ഫാമിലി സാജിദ. അപ്പോൾ പുതിയ ആളാണെങ്കിലും നമ്മൾ പരിഗണിച്ചിട്ടുണ്ടേ, അപ്പോൾ പിണക്കമൊന്നുമില്ലല്ലോ. അപ്പം എന്തായാലും സാജിദയാണ് പ്രൈസിന് അർഹമായത്. അപ്പോൾ സാജിദയുടെ ഈ ഒരു മെയിൽ ഐ ഡിയിൽ നിന്ന് തന്നെ നമ്മുടെ സിംപ്ലി കേളിയുടെ മെയിൽ ഐ ഡി ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അതിലോട്ട് നിങ്ങളുടെ ഡീറ്റെയിൽസ് അയച്ചു തരാം, ഞാൻ ക്യാഷ് അയച്ചു തരാം. കൺഗ്രാജുലേഷൻസ് ഡിയർ. അപ്പോൾ ഈ ഒരു കുഞ്ഞ് എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ആൾക്കാരാണെങ്കിൽ നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യാനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോയിൽ കമൻറ്റ് ചെയ്യുന്ന ഭാഗ്യശാലികൾ അടുത്ത വീഡിയോയിലായിരിക്കും ഞാൻ അനൗൺസ്മെൻറ്റ് ചെയ്യുന്നത്. അസ്സലാമു അലൈക്കും.